മേഘ, ഈ മരിച്ച വി എസിനെ ഇപ്പോഴും പിണറായി വിജയനും അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ അനുയായികൾക്കും ഭയമാണോ? കാരണം എനിക്ക് ചോദിക്കാനുള്ളത് ഇന്നത്തെ ദേശാഭിമാനിയുടെ ആ വാരാന്ത്യ പതിപ്പിൻ്റെ ആ ഒരു കാര്യമാണ്. കാരണം വിജയൻ എന്നുള്ളൊരു പേര് വന്നതുകൊണ്ട് മാത്രം വി എസ് എന്ന ഒരു അതികായൻ്റെ ആ പേരിലുള്ള ലേഖനം മാറ്റണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഇൻഫ്ലുവൻസ് ഈ ഒരു പിണറായി വിജയനെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുയായികളെയും എത്രത്തോളം അരോചകപ്പെടുത്തി കാണും? ഇപ്പോൾ പി എസിന്റെ ലേഖനം വെട്ടിയത് എന്നതിനേക്കാളുപരി അത് ആ വാരാന്ത്യ പതിപ്പ് ഒഴിവാക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ചെറിയൊരു ഫീച്ചർ ആയിരുന്നു. ആ ഫീച്ചർ അതിൽ ഉള്ളത് കൊണ്ട് വി എസ് അച്യുതാനന്ദന്റെ ലേഖനവും കൂടി ഉൾപ്പെട്ട വാരാന്ത്യ പതിപ്പ് മാറ്റിവെച്ചു എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ഉചിതമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഒരു പിണറായി വിജയന്റെ ഇമേജ് നശിക്കുന്ന ഒരു ഫീച്ചർ ആണോ ഇമ്പോർട്ടന്റ്, അതോ വി എസ് അച്യുതാനന്ദന്റെ 1-ാം ചരമവാർഷികവുമായി ബന്ധപ്പെട്ട ലേഖനമാണോ ഇമ്പോർട്ടന്റ് എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഒന്ന്, രാഷ്ട്രീയത്തിൽ കേരളത്തിൽ എല്ലാ മലയാളികളും ഒരുപോലെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വലിയ രാഷ്ട്രീയ നേതാവിന്റെ ഓർമ്മ പുതുക്കൽ എന്നൊരു ഫാക്ടറും, ഇപ്പുറത്ത് തൊട്ട് മുൻപ് 10 വർഷം ഭരിച്ച് ഭരണവിരുദ്ധ വികാരം എന്നുള്ളൊരു വലിയ ഫാക്ടറോട് കൂടി പുറത്തിരിക്കുന്ന ഒരുപാട് ഹേറ്റേഴ്സ് ഇപ്പോൾ തന്നെയുള്ള പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുൻ മുഖ്യമന്ത്രിക്ക് ഒരു ഇമേജിനൊരു കോട്ടം സംഭവിച്ചേക്കാം എന്നൊരു അഭ്യൂഹം മാത്രമുള്ള ഒരു ലേഖനമാണ് ഇപ്പുറത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും തുലനം ചെയ്തപ്പോൾ വി എസ് അച്യുതാനന്ദന് വില കൊടുത്തില്ല എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ സത്യം. പക്ഷെ ഇപ്പോൾ ഈ ദേശാഭിമാനിയുടെ എഡിറ്റർ അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത് അത് ഈ പറഞ്ഞ കള്ളൻ വിജയൻ എന്ന് പറയുന്ന ലേഖനത്തിന് അത്രയും വലിയ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നില്ല. ഈ പറയുന്നത് പോലെ ഇത് ഒഴിവാക്കിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ലേഖനത്തെ പറ്റി ഞാനോ ആഷിക്കോ മറ്റു മാധ്യമങ്ങളോ ഇരുന്ന് ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം വരില്ലായിരുന്നു. അത് ഈ എലിയെ പേടിച്ചു ഇല്ലം ചുട്ടു എന്ന് പറയുന്ന കാര്യമാണ്. അത് 1-2 പേര് ചിലപ്പോൾ കണ്ട് ചിലപ്പോൾ ട്രോൾ ചെയ്യാൻ ഇല്ലാന്നൊന്നും ഒരിക്കലും ഞാൻ പറയുന്നില്ല. അത് കണ്ടാൽ ചിലപ്പോൾ ദേശാഭിമാനിയിൽ വന്ന തലക്കെട്ട് കണ്ടോ കള്ളൻ വിജയൻ എന്നൊക്കെ ആൾക്കാർ ചിലപ്പോൾ പറഞ്ഞേനെ. പക്ഷെ അത് പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ ഒരു 100-150 പേര് കണ്ടുപോകുന്നൊരു കാര്യമായിട്ട് അതങ്ങ് മാറിയേനെ. പക്ഷെ ഇതിപ്പോൾ പാൻ ഇന്ത്യൻ റീച്ചായി. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഇത്തരത്തിലൊരു ലേഖനം എഴുതപ്പെട്ടു. ഈ ലേഖനം വെട്ടിമാറ്റപ്പെട്ടത് മുൻ രാഷ്ട്രീയത്തിൽ വലിയ സ്വർണ്ണലിപികളിൽ എഴുതി ചേർക്കപ്പെടേണ്ട പേരുള്ള ഒരു വ്യക്തിയുടെ ഓർമ്മ ദിവസം കൂടിയാണെന്ന് ഇതിനോട് ചേർത്ത് പറയേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിൻ്റെയൊക്കെ ബേസിക് പ്രശ്നം എന്ന് പറയുന്നത് ഈ എന്ത് ചെയ്തിട്ടും വേണ്ട. ഇപ്പൊ ഈ പറയുന്ന പോലെ ഇല്ലം ചുട്ടിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഇല്ലം കത്തിച്ച് നശിപ്പിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, ഞങ്ങളുടെ രാജാവിൻ്റെ മുഖം ഭംഗിയായിട്ടിരിക്കണം, അതിനെ ആരും വിമർശിക്കരുത്, അതിനെ ആരും കുറ്റപ്പെടുത്തരുത് എന്നുള്ളൊരു രീതിയാണ്. അത് ശരിക്കും നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ എന്നല്ല, ഏത് സംസ്ഥാനത്താണെങ്കിലും ഏത് രാഷ്ട്രീയത്തിലാണെങ്കിലും ഇത്തരം പ്രവണതകളൊക്കെ മാറ്റിവെക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കള്ളൻ വിജയൻ എന്ന് പറയുന്നത് ഒരു നാടകവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു ഫീച്ചർ മാത്രമായിരുന്നു. അതിനോട് എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? പക്ഷേ എനിക്ക് തോന്നുന്നു കള്ളൻ വിജയൻ എന്നുള്ള ആ ഒരു പേര് വി എസിൻ്റെ ആ ഒരു ഓർമ്മ ഉള്ള ആ ഒരു ഫീച്ചർ വന്ന ആ ഒരു പത്രത്തിൽ വിജയൻ എന്നുള്ള ഒരു പേര് വന്നതുകൊണ്ട് മാത്രം ആ ഒരു അല്ലെങ്കിൽ ആ ഒരു സപ്ലിമെന്റ് മുഴുവനായിട്ട് അങ്ങ് ഒഴിവാക്കുകയാണ്. അപ്പോൾ ഇതിൽ പിന്നിൽ ഒരു ഈഗോയുടെ ഒരു കഥയില്ലേ? ഇപ്പൊ ആ ലേഖനം മാത്രം വെട്ടി മാറ്റാൻ പറ്റില്ലല്ലോ, ഇപ്പൊ മൊത്തത്തിൽ അതങ്ങ് മാറ്റി വെക്കാന്നേ ഉള്ളൂ. ഇപ്പൊ ഈ പറയുന്ന പോലെ വി എസ് അച്യുതാനന്ദൻ എന്തുകൊണ്ട് ഈ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു, അദ്ദേഹത്തെ സൈഡാക്കിയത് ആരാണ് എന്നുള്ള ചോദ്യത്തിനൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഉത്തരമൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ, ഞാൻ പറയുന്നത് ഇവിടെ നടക്കണം എന്നുള്ളൊരു നയമുണ്ട്. പിന്നെ ഈ മടിയിൽ കനമുള്ളവന് ഭയക്കേണ്ട കാര്യമില്ല എന്ന് നാഴിക്ക് 40 വട്ടം പറയുന്ന ആളാണ് പിണറായി വിജയൻ. പക്ഷെ മടിയിൽ കനവുമുണ്ട്, അതുകൊണ്ട് ഭയവുമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം. ഈ പറയുന്ന ഒരു അന്വേഷണത്തിന് അല്ലെങ്കിൽ കള്ളൻ വിജയൻ എന്ന് പറയുമ്പോൾ ഞാൻ കള്ളത്തരം കാണിച്ചിട്ടില്ലല്ലോ, അപ്പൊ കള്ളൻ വിജയൻ എന്ന് എന്നെ വിളിക്കുന്നതിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, നിങ്ങൾ വിളിച്ചോ, ഞാനതിലൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം എന്നുള്ളൊരു ബോധ്യമുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ പോട്ടെ, ഇതൊന്നും ചിലപ്പോൾ നമ്മുടെ പിണറായി സഖാവ് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ഇതിന് താഴേക്ക് നിന്ന ആൾക്കാർ ഇത് ഈ വാരാന്ത്യ പതിപ്പിന് കൊടുക്കണ്ട, പ്രസിദ്ധീകരണത്തിന് ശേഷം ഇതിന് വിതരണം ചെയ്യേണ്ടെന്ന് തീരുമാനമെടുത്ത ആ എൻഡുകളുണ്ടല്ലോ, ആ മനുഷ്യരുണ്ടല്ലോ, അവരെന്താണ് വിചാരിച്ചത്? പിണറായി വിജയൻ കള്ളനാണെന്ന്? എനിക്ക് തോന്നുന്നു ഈ പിണറായി വിജയൻ കള്ളനാണെന്ന് CPM പരോക്ഷമായി അങ്ങോട്ട് സമ്മതിക്കുകയാണ്, അല്ലെങ്കിൽ പിണറായി വിജയനെ കള്ളനായി ഇവർ തന്നെ അങ്ങോട്ട് നറേറ്റ് ചെയ്യുകയാണ്. അതാണ് ഇപ്പോൾ ഈ ഒരു
ആ ഒരു ലേഖനം മാറ്റിയതിന് പിന്നിലുള്ള കാരണം? ഇപ്പോൾ മടിയിൽ കനമുള്ളവനെ പേടിക്കേണ്ട എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു വിഷയത്തിൽ പിണറായി വിജയനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് ഒരു ഈഗോ VS-നോട് ഇല്ലായിരുന്നു എങ്കിൽ ആ ഒരു 2 ലേഖനവും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് പേജിലെ ഒരു വലിയൊരു ഓർമ്മക്കുറിപ്പും അല്ലെങ്കിൽ ഈ മറുവശത്ത് ഒരു നാടക നടൻ്റെ ഒരു ലേഖനവും അത് വരുന്നതിനെ കുറിച്ച് ഈ CPMമാർക്ക് എന്തിനാണ്, അല്ലെങ്കിൽ ആ ഒരു എഡിറ്റോറിയൽ ബോർഡിന് എന്തിനാണ് ഇത്ര അസഹിഷ്ണുത അല്ലെങ്കിൽ ഒരു പേടി? അതെ, ഇതോടുകൂടി അങ്ങ് മണ്ണിലടിഞ്ഞ് ഇതിനെ അങ്ങ് കുഴികുത്തി അങ്ങ് മൂടാം എന്ന് വിചാരിച്ചിരുന്നിടത്ത് നിന്നാണ് മുഖ്യധാരാ മാധ്യമങ്ങളും ഓൺലൈൻ ചാനലുകളും അതുപോലെ പൊളിറ്റിക്സ് പറയുന്നവരും എഴുതുന്നവരും വായിക്കുന്നവരും എല്ലാം ഒരേ സ്വരത്തിൽ ചോദിക്കുന്നു, എന്താണ് കള്ളൻ വിജയൻ എന്ന വാക്കിൻ്റെ പ്രശ്നം? എഡിറ്റർ പോലും ചോദിക്കുന്നു. ആ വാക്കിനൊരു പ്രശ്നമുള്ളതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുപോലെ ആ ആർട്ടിക്കിളിന് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. ഇതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു എന്നുള്ള കാര്യം എഡിറ്റർ പോലും സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന്. പ്രശ്നം ഇവിടെ ഒന്നും അല്ല. ഇതൊന്നും ശരിക്കും പിണറായി വിജയൻ നേരിട്ട് അറിഞ്ഞിട്ട് അതങ്ങ് മാറ്റിയാരെന്ന് പറഞ്ഞൊന്നും ആയിരിക്കില്ല. പക്ഷെ വെറുതെ എവിടെയോ ഇരുന്നിട്ട് നാട്ടുകാരുടെ മുഴുവൻ പഴി കേൾക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടല്ലോ, അത് ഓർക്കുമ്പോൾ എനിക്ക് സത്യമായിട്ടും ഇഷ്ടമാണ്. എനിക്കിതൊരു സിനിമയുടെ ഒരു സീനുമായിട്ട് കണക്ട് ചെയ്യാതെ നമ്മുടെ കല്യാണരാമ സിനിമയിലെ കല്യാണം മുടങ്ങി പോകുമല്ലോ, അപ്പോഴത്തേക്കും ഈ സെലികുമാറിന്റെ ക്യാരക്ടർ ചോദിക്കുന്നുണ്ട്, ഓ എന്തോ ഒരു സാമ്പാർ, എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ എന്ന് പറഞ്ഞ പോലെ അവിടെ ആ പത്ര ഓഫീസിൽ ഇരിക്കുന്ന ആ ഒരു പത്രാധിപരൊക്കെ നോക്കിയിരിക്കുകയാണ്, എന്തിനോ വേണ്ടി അച്ചടിച്ച പത്രപേപ്പറുകൾ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ആത്മകഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. അതെ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ലേഖനം ഒഴിവാക്കിയതിനേക്കാൾ ഉപരി VS അച്യുതാനന്ദനെ വെട്ടി എന്നുള്ള കാര്യത്തിലാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. CPM-നകത്ത് തന്നെ 2 പക്ഷമുണ്ട്. പിണറായി വിജയനെ സ്നേഹിച്ചിരുന്നവരും അതുപോലെ ഇപ്പോൾ അധികാരം ഇരിക്കുന്ന ആൾക്കാരെ സ്നേഹിക്കുന്നവരും. ഇപ്പോൾ ഇവരെല്ലാം ഡൈ ഹാർഡ് പിണറായി ഫാൻസ് ആണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. പിണറായി ഫാൻസ് ഒക്കെ ഉണ്ട്, ഒരുപാട് പേരുണ്ട്. എന്നാലും VS അച്യുതാനന്ദനെ സ്നേഹിച്ച ഒരു പറ്റം ആൾക്കാർ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ബോധ്യമുള്ള കാര്യമാണ്, അദ്ദേഹം മുഖ്യമന്ത്രി ആകേണ്ട ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം വലിയൊരു നേതൃപദവിയിലേക്ക് വരേണ്ട ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താനുണ്ടായ വലിയൊരു കാരണം എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയായിരുന്നു. അപ്പോൾ ഓൾറെഡി ഉള്ളൊരു ഗ്രഡ്ജാണിത്. അപ്പോൾ മരിച്ചതിന് ശേഷവും അദ്ദേഹത്തെ വെറുതെ വിടില്ലേ? മരിച്ചതിന് ശേഷവും ഈ ഗ്രഡ്ജ് ഹോൾഡ് ചെയ്യുകയാണോ നിങ്ങൾ എന്നുള്ളൊരു ചോദ്യം അവർക്കുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മരിച്ച മനുഷ്യനെ, ഓർമ്മയായി പോയ മനുഷ്യനെ ആ ഒരു ഓർമ്മ ദിനത്തിൽ ഓർക്കാൻ പോലും ഈ ദേശാഭിമാനി ഏറ്റവും കൂടുതൽ വായിക്കുന്നത് പാർട്ടി കുടുംബങ്ങളിലാണല്ലോ. ഈ പാർട്ടി കുടുംബങ്ങളിലേക്ക് പോലും ഇതൊന്നും എത്തരുതെന്ന് ആരാണ് ആഗ്രഹിക്കുന്നതെന്ന് സ്വാഭാവികമായിട്ടും ഈ VS അനുകൂലികൾ ചോദിച്ചു പോകും. അതിൻ്റെയൊക്കെ ഉത്തരമാണ് ഈ പറയുന്ന വലിയ ന്യൂസ് കവറേജ് എന്ന് പറയുന്നത്. കാരണം എല്ലാവർക്കും ആഗ്രഹമുണ്ട്, എനിക്കും ആഷിക്കിനും ഒക്കെ ആഗ്രഹമുണ്ട്, ഇത്രയ്ക്ക് വിലയാണോ നിങ്ങൾ VS അച്യുതാനന്ദന് കൊടുക്കുന്നത്? പിണറായിയുടെ ഫേസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, ആ ഇമേജ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഒരു മനുഷ്യന്റെ ഒരു ഓർമ്മ ദിനം നമ്മൾ വിചാരിക്കുന്നത് ഒരു പത്രം ഇല്ലേ എന്നൊക്കെ വിചാരിച്ചാൽ നോ, ദിസ് ഇസ് ഹിസ്റ്ററിയിൽ മാർക്ക് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ ദേശാഭിമാനിയുടെ എല്ലാ പത്രങ്ങളിലും ആർക്കൈവുകൾ ഉണ്ടാകുമല്ലോ. ഇപ്പോൾ പ്രിന്റ് മീഡിയയിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ആഷിക്. അപ്പോൾ ഈ വലിയ ആർക്കൈവുകൾ ഉണ്ടാവും. ഇപ്പോൾ കേരളകൗമുദിയുടെ ന്യൂസ് പേപ്പറിന്റെ ആർക്കൈവിൽ ഞാൻ ഒരു 2-3 തവണ കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ 1947 ആ പത്രം എന്ന് തുടങ്ങിയോ അന്ന് മുതലുള്ള പത്രങ്ങൾ അവിടെ ഇങ്ങനെ അടുക്കി ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്, ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഹിസ്റ്ററിയാണ്. അപ്പൊ ഈ ഹിസ്റ്ററിയിൽ നിന്ന് മാറ്റപ്പെടുക തന്നെയാണ് ഈ ദിവസം ചെയ്തിട്ടുള്ളത്, അതും പാർട്ടി പത്രത്തിൽ. അത് മാത്രമല്ല മേഘ, മറ്റൊരു കാര്യം കൂടി ആലോചിച്ച് നോക്കണം. നാളെ VS-ന്റെ 1-ാം ചരമവാർഷികമാണ്. അതേ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു സ്മാരകം ആലപ്പുഴയിലെ ഈ സ്മരണ ഭൂമികയായ വലിയ ചുടുകാടിൽ ഉയരുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് പിണറായി വിജയനാണ്. ഇതുപോലൊരു ഗ്രഡ്ജ് അല്ലെങ്കിൽ ഒരു മുൻവൈരാഗ്യം അല്ലെങ്കിൽ ഒരു വിദ്വേഷം മനസ്സിൽ വെച്ചുകൊണ്ട് ഏത് മനസ്സോടെ ആയിരിക്കും അദ്ദേഹം ആ ഒരു സ്മാരകം ഉദ്ഘാടനം ചെയ്യുക എന്നത് വലിയൊരു ചോദ്യമാണ്. അതുമാത്രമല്ല, ആ ഒരു ഈ ഒരു മണ്ണിൽ അല്ലെങ്കിൽ ആലപ്പുഴയുടെ ആ ഒരു വിപ്ലവ മണ്ണിൽ VS-ന് ഒരു സ്മാരകം വേണമെന്ന് പറഞ്ഞ് സഖ്യകക്ഷിയായ CPA വരെ വെറുപ്പിച്ച ടീംസാണ് ഈ ഒരു കള്ളൻ വിജയൻ എന്നൊരു പേര് വന്നു അല്ലെങ്കിൽ ലേഖനം വന്നു എന്ന പേരിൽ മാത്രം ഒരു സപ്ലിമെൻ്റ് തന്നെ ഡിലീറ്റ് ആക്കാൻ അല്ലെങ്കിൽ അത് പുറത്തിറക്കാതെ പിടിച്ചു വെച്ചത്.